വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് വീണ്ടും ഒരു കാർ പാർക്കിംഗ് വീഡിയോയും കൊണ്ടാണ് വന്നത്. ഗൈസ്, ഇന്ന് ഞാൻ എടുത്തേക്കുന്ന എൻ്റെ BMW M5 ആണ്. ഗൈസ്, ഞാൻ വെളിയിറങ്ങി വോക്ക് അറൗണ്ട് ചെയ്ത് കാണിക്കാം. ഇതാണ് ഗൈസ് എൻ്റെ BMW M5. ഗൈസ്, ഇതാണ് എൻ്റെ M5. ഞാൻ ജസ്റ്റ് ചുമ്മാ ആറ്റം ഈ പേരിട്ടേക്കുന്നതാ. അല്ല, ശരിക്കും ഞാൻ പേരിട്ടിട്ടില്ല. ചുമ്മാ ഞാനൊരു ഇതിന് സ്റ്റൈലിന് വേണ്ടി ആറ്റം എഴുതിയേക്കുന്നത്. ഗൈസ്, നമ്മളിന്ന് പോകുന്ന ഒരു ട്രിപ്പാണ്. ട്രിപ്പെന്ന് വെച്ചാൽ കുറേ ദൂരമൊന്നുമല്ല. ഞാൻ വിചാരിച്ചു വുഡൻ റിസോർട്ടും പിന്നെ ആ മൗണ്ടനിലുള്ള ഹില്ലില്ലേ, അവിടെയൊക്കെ പോവാമെന്ന് വിചാരിച്ചു. കുറച്ച് ദിവസമായി നമ്മൾ M5 എടുത്തിട്ട്. അതുകൊണ്ട് M5 എടുത്തേ, അല്ലെങ്കിൽ നമ്മൾ LC എടുത്തേനെ. എന്നാൽ നമുക്ക് പോവാം. കഴിച്ച് ഇപ്പോൾ ഒരു M5 അങ്ങോട്ട് പോയായിരുന്നു. ആരുടെ ഒരു M5? ഇത് ഓൾഡ് മോഡല്. കോമ്പറ്റീഷൻ അല്ലെന്ന് തോന്നുന്നു. എൻ്റെ കോമ്പറ്റീഷന്. ഫ്യൂള് തീർന്നു. ഫ്യൂളില്ലായിരുന്നു, ഞാൻ ശ്രദ്ധിച്ചില്ല. ആദ്യം നമ്മൾ എവിടെ പോകണം? ആദ്യം വുഡൻ റിസോർട്ടിൽ പോകണം. പിന്നെ ഗൈസ്, നമുക്ക് ടൈറ്റാനിക് ഉള്ളിടത്തും പോവാം. എൻ്റെ ഗൈസ് M5 ഒക്കെ കിടക്കുന്നു. അവരെല്ലാവരും കൂടെ എന്തോ എന്നറിയത്തില്ല. 3 പേരും അവിടെ അവരുടെ കാർ കൊണ്ട് കിടപ്പുണ്ടായിരുന്നു. അവിടെ ഒരു ഗ്രേ കളറിൽ M5 ഉണ്ടായിരുന്നു. ചിലപ്പോൾ ഭയങ്കര സ്പീഡിൽ വരുമ്പോൾ ഇവിടെ വരുമ്പോൾ ബ്രേക്ക് കിട്ടത്തില്ല. അപ്പം ഞാൻ ഒന്നെങ്കിൽ ഇടിക്കാതിരിക്കാൻ പെട്ടെന്ന് റോഡ് ബട്ടനെ നമുക്ക് പ്രസ് ചെയ്യും. അപ്പം ഇടിക്കത്തില്ല, വണ്ടിയൊക്കെ നിന്നോളൂ. ഇങ്ങനെ ഇതായി. ഗൈസ്, ഞാൻ വിചാരിച്ചത് നമുക്ക് ആദ്യം ടൈറ്റാനിക് ഉള്ളിടത്ത് പോവാം, എന്നിട്ട് വുഡൻ റിസോർട്ടിൽ പോവാം. എനിക്ക് കറക്റ്റായിട്ട് വുഡൻ റിസോർട്ടിലുള്ള വഴി അറിയത്തില്ല. എന്നാലും നമുക്കൊന്ന് നോക്കാം. കഴിഞ്ഞിടയ്ക്ക് എൻ്റെ ഇതിനകത്ത് കൂട്ടുകാരൻ്റെ കൂടെ പോയായിരുന്നു. അയ്യോ ഗൈസ്, ചെറുതായിട്ടൊന്ന് ഇടിച്ച്. കുഴപ്പമില്ല, നമുക്കത് റിപ്പയർ ചെയ്യാം. ഗൈസ്, നമ്മൾ കുറേ ദിവസമായി M5 എടുത്തിട്ട്. നമ്മളിപ്പോൾ കൂടുതൽ M4ഉം പിന്നെ നമ്മുടെ LCയും എടുക്കുന്നത്. പിന്നെ ബസ്സും ഇടയ്ക്ക് ഓടിക്കും, വയനാടൻ. ഗൈസ്, YTRP നമുക്ക് കാർ എക്സ്ചേഞ്ച് ഇട്ടേക്കുന്നു. പക്ഷെ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യത്തില്ല, കാരണം നമ്മുടെ M5. ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. ഞാൻ എന്നും വീഡിയോ ഇടുന്നതായിരിക്കും. ഗൈസ്, നമ്മളിപ്പോൾ സിറ്റി എത്തിയിട്ടുണ്ട്. വേണേ നമുക്ക് വിസ്റ്റാസ് വില്ലയിലും പോവാം. ആദ്യം നമുക്ക് ടൈറ്റാനിക്കിൻ്റെ അവിടെ പോവാൻ പറഞ്ഞായിരുന്നു. ഇന്ന് ഗൈസ് ആരും നമ്മുടെ കൂടെ ഫ്രണ്ട്സ് ഇല്ല.
ഫ്രണ്ട്സ് ആരും ഇന്നില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ തന്നെ അങ്ങ് കയറി. ഗൈസ് പിന്നെ നമ്മുടെ ഈ M5 നല്ല സ്റ്റേബിളാണ്. ഇപ്പോൾ സ്പീഡിൽ തിരിച്ചിട്ട് നമ്മുടെ കൺട്രോളിൽ നിന്ന് പോയില്ല. പക്ഷെ ചിലപ്പോൾ എൻ്റെ LCക്കാണ് ഇച്ചിരി ഞാൻ ഹൈറ്റ് വെച്ചുകൊണ്ടായിരുന്നു ചിലപ്പോൾ കൺട്രോൾ ചെയ്ത് പോയത്. അല്ലെങ്കിൽ LCക്ക് നല്ല കൺട്രോളാണ്. ചെറിയ ലാഗുണ്ട് ഗെയിമിന്. നമുക്ക് ഇവിടുന്ന് ലിഫ്റ്റ് ചെയ്ത് പോവാം. നമ്മൾ ഏകദേശം എത്താറായി. ഗൈസ് ഇപ്പോൾ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുമ്പോൾ എൻ്റെ കൈ വണ്ടി കൺട്രോളിലാണ്. M5 നമ്മുടെ കൈ കൺട്രോൾ ഇരിക്കും, നല്ല സ്റ്റേബിളാണ്. പക്ഷേ M4 അത്ര M4 സ്റ്റേബിളാണ്. പക്ഷേ ഞാനത് വലിയ സ്പീഡിൽ തിരിക്കത്തില്ല. ഇതെന്താ ഇങ്ങനെ വരുന്നത്? ഓക്കെ, ഓട്ടോമാറ്റിക് ഇട്ട് ഓടിക്കുക. ഈ ലാഗ് കാരണം വണ്ടി ഒരു ഇതില്ല, സ്പീഡില്ല. ഗൈസ് ഇന്ന് മൊത്തം നമ്മുടെ M5 ചള്ള എടുക്കുകയൊക്കെ ആവും. കുഴപ്പമില്ല, നമുക്ക് കാർ വാഷ് ചെയ്യാം. ഗൈസ് നമ്മൾ എത്താറായി. നമ്മുടെ പതുക്കെ ഓടിക്കുന്ന ഇടിക്കാതിരിക്കാൻ, അല്ലെങ്കിൽ ഇടിക്കും, അതാ പ്രശ്നം. ഇവിടെ അറിയത്തില്ല എനിക്ക്. അയ്യോ ഇടിച്ച്. എനിക്കത് കറക്റ്റായിട്ടത് ഒരു ഇത് കിട്ടത്തില്ല ചിലപ്പോൾ. എവിടെ അയ്യോ ഇവിടെ ഇതുണ്ട്. അയ്യോ വീണ്ടും മറിഞ്ഞ്. എവിടാ കാണുന്നില്ല. നമുക്ക് വെളി വരുന്നതായി നോക്കാം. ഗൈസ് ചളിഞ്ഞ് ഗൈസ്. ഇപ്പം 2 തവണ പറഞ്ഞപ്പോഴത്തേക്ക് നന്നായി കളിഞ്ഞ്. വീണ്ടും മറിഞ്ഞ്. ഈ ഗ്രൗണ്ട് ക്ലിയറൻസ് M5 ഇല്ലാത്തതുകൊണ്ട് നമ്മളിപ്പോൾ പെട്ടെന്ന് ഇതായി ഇങ്ങോട്ട് ചാടുമ്പോഴത്തേക്ക് ഫ്രണ്ട് ഒന്ന് ഇടിച്ചങ്ങ് മറിയുക. അതാ ഷെൽസിയാന്ന് ഇതെല്ലാം അറിയത്തില്ല, കാരണം ഹൈറ്റ് ഉണ്ട്, അതിന് ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. കയറത്തില്ല, കുറവായി ഇച്ചിരി സ്പീഡിൽ കയറ്റാം. ഓക്കെ
കയറി. സ്പീഡില്ല ഇനിയുണ്ട്, അല്ലെങ്കിൽ വീണ്ടും ഇപ്പം മറിഞ്ഞേനെ. അപ്പത്തെ സൈഡാണ്. എനിക്കെപ്പോഴും ഈ ടൈറ്റാനിക്കിന് ഇവിടെ വരുമ്പോൾ ഒരു കൺഫ്യൂഷനാണ്. അയ്യോ, ഇത് ഇടിച്ചു. ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ കാണത്തില്ല നമ്മളെ. ഇങ്ങനത്തെ ഇതായതുകൊണ്ട് നമ്മുടെ ഈ വണ്ടിയുടെ ടയർ അങ്ങ് കിടന്ന് സ്പിന്നായി മൊത്തം ഇത് തീരും. ടയർ മൊത്തം തേയും. പിന്നെ ഓടിക്കാൻ ഇതും കാണത്തില്ല. അയ്യോ, നമ്മളങ്ങോട്ട് ഇതായി മറിഞ്ഞു പോയി. ഓടിക്കുന്നുണ്ട്. M5 കയറ്റുന്ന ഇച്ചിരി പാടാണ്. കഴിഞ്ഞ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ M4 എനിക്ക് കയറ്റാൻ പറ്റിയില്ലായിരുന്നു. അതിച്ചിരി ഗ്രൗണ്ടിൽ ചളിങ്ങി, ഭയങ്കരമായിട്ട് ചളിങ്ങി. അത് പോകുന്നില്ല. ഇങ്ങനെ ഇച്ചിരി സ്പീഡിൽ കയറ്റാം, പക്ഷെ സ്പീഡിൽ കയറ്റിയാൽ ചിലപ്പോൾ കൺട്രോൾ കിട്ടത്തില്ല. അതാ പ്രശ്നം. എൻ്റെ ചേട്ടൻ ജോയിൻ ആയിട്ടുണ്ട്. KL റോളക്സ് എൻ്റെ ചേട്ടന്. അയ്യോ ഗൈസ്, വീണ്ടും മറിഞ്ഞു. ഗൈസ്, നമ്മൾ റോഡ് ബട്ടൺ ഇതാക്കിയപ്പോഴത്തേക്ക് വന്നിട്ടുണ്ട്. മൊത്തം കളിഞ്ഞു ഗൈസ്. ഒരു ഫോട്ടോയും എടുക്കാൻ പറ്റത്തില്ല. ശരി, എന്തോ ചെയ്യാനാ. നമുക്ക് വണ്ടി സർവീസ് ചെയ്തിട്ട് ഇനിയും റിസോർട്ടിൻ്റെ അങ്ങോട്ട് പോവാം. എന്നിട്ട് നമുക്ക് ഹില്ല് അങ്ങ് പോവാം. ഇങ്ങനെ ഓഫ് റോഡിനുള്ള സ്ഥലത്തൊന്നും M5 കൊണ്ട് പോകാൻ പറ്റത്തില്ല. M5 പറ്റത്തില്ല ഇങ്ങനെ ഓഫ് റോഡ്. LC അങ്ങനത്തെ വണ്ടിക്കൊക്കെ പറ്റത്തുള്ളൂ ഓഫ് റോഡിലേക്ക്. ഞാൻ എപ്പോഴും ഓഫ് റോഡിങ്ങിന് LC എടുക്കത്തുള്ളൂ. കുറച്ച് പേരൊക്കെ ഓഫ് റോഡിങ്ങിന് മറ്റേ 6x6 G-Wagon ഇല്ലേ, അതെടുക്കും. പക്ഷെ എനിക്കത് ഇഷ്ടമല്ല. അതേകൂട്ട് തന്നെ നമ്മുടെ LCക്കും അതേ പവറാണ് 6x6 കൂട്ടത്തിൽ. CPM ഡിസ്കണക്റ്റഡ്. അവനായിട്ട് ഞാൻ സംസാരിക്കുന്നുണ്ടായിരുന്നല്ലോ. അല്ല, നമ്മൾ മെസ്സേജ് അയച്ചാലല്ലേ ഇത് വരുന്നത്. പ്ലസ് നമ്മുടെ ചേട്ടാ സ്മാഷിൻ്റെ അടുത്ത് ഇട്ടായിരുന്നു സ്മാഷ് എക്സ്ചേഞ്ച് കൊടുക്കാറുണ്ട്. പക്ഷെ സ്മാഷ് പോയി കാണുമായിരുന്നു. എനിക്ക് എഴുതി വന്നായിരുന്നു സ്മാഷ് ഡിസ്കണക്റ്റ് ആയിരുന്നു. ഇവിടെയും കയറത്തില്ലെന്ന് തോന്നുന്നു. നമുക്കിതിപ്പോൾ എവിടോട്ടാണ് പോകേണ്ടത്? ഓക്കെ. അയ്യോ, കയറുന്നില്ലല്ലോ. അറിയോ? ഇല്ല, കയറിയില്ല. കയറി. അയ്യോ ഗൈസ്. ഇനി ഗൈസ് നമുക്ക് അങ്ങോട്ടാണ് പോകേണ്ടത്. ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ടേ ഗൈസ് നമുക്ക് വാഷ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ല, ഇപ്പോഴേ വാഷ് ചെയ്താൽ പിന്നെ വീണ്ടും അഴുക്കാവും റിസോർട്ടിൽ ഹില്ലിലും ഒക്കെ പോകുമ്പോൾ. ഇനി നമുക്ക് അകത്തോട്ടിരിക്കാം. നമുക്ക് നെക്സ്റ്റ് ഉടൻ റിസോർട്ടിൽ പോവാം.
കാരണം അവിടെ ആ പോകുന്ന വഴിക്ക് സർവീസ് സെൻറ്റർ റിപ്പയർ ചെയ്യായതുകൊണ്ട് പക്ഷെ നമ്മുടെ വണ്ടി കയറുന്നില്ല. അവിടെ ഇടിച്ചിടിച്ച് അതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഇത് താന്നൊന്ന്. അയ്യോ ഇത് മറിഞ്ഞ്. ഗൈസ് എന്തോ വീണ്ടും KL റോളക്സ് ജോയിൻ്റ് എന്നൊക്കെ പറഞ്ഞു വരുന്നേ വന്നില്ലായിരുന്നു. ഇപ്പം പോയോ? ഉണ്ട് ഗൈസ്. AMG കൊണ്ടാണ് AMG അല്ലേ. നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. ഇവിടുന്ന് ഇറങ്ങി അങ്ങോട്ട് പോവാം. നമുക്ക് അടുത്ത വീഡിയോ വിസ്റ്റാസ് വില്ലയിലൊക്കെ പോവാം. ഈ വീഡിയോയിൽ നമുക്ക് വുഡൻ റിസോർട്ട് പിന്നെ ഹില്ലിൽ പോവാം. എന്നിട്ട് നിർത്താം. നമ്മൾ സർവീസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. ഇങ്ങോട്ടാന്ന് തോന്നുന്നു. ഇങ്ങോട്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം പോയി. ആണ് അല്ലേ? ആണ്. ചാർജ് കുറഞ്ഞ ഇവിടെ നല്ല സ്റ്റാർട്ട് ചെയ്യുന്നത് ഗൈസ്. അല്ലെങ്കിൽ നമുക്ക് വുഡൻ റിസോർട്ട് വരെ മാത്രം പോയാൽ മതി. ചാർജ് ഇച്ചിരി കുറവാണ്. വുഡൻ റിസോർട്ട് വീണ്ടും ചളിങ്ങെന്ന് തോന്നുന്നു ദിവസമാണ്. പോകുന്നില്ല. ഓക്കെ നോക്കാന്ന്. ലൈറ്റ് ചെറുതായിട്ട് തട്ടിയിട്ടുണ്ട്. വീണ്ടും തട്ടി. മൊത്തം ഒഴുക്കായി. നമുക്കിനി അത് വാഷ് ചെയ്യണം. പക്ഷെ ഇപ്പം ചാർജില്ല. നമുക്ക് പിന്നെ ചെയ്യാം. ഇതാരൊക്കെ എക്സ്ചേഞ്ച് ഓഫർ ഇട്ടേക്കുന്നത് ചേട്ടന്. ഗൈസ് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന്. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ ആൻഡ് ബൈ.